മുഖ്യമന്ത്രിയുടെ അറിവോടെ താൻ എന്തും ചെയ്തിട്ടുള്ളൂ എന്ന് കാർത്തികേയൻ പറഞ്ഞാൽ അന്വേഷണത്തിന്റെ കൈകൾ ചെന്നെത്തുക എ കെ ആന്റണിയിലേക്കാണ്. എ കെ ആന്റണി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, പ്രതിരോധ മന്ത്രിയാണ്. അത്തരമൊരു നേതാവിലേക്ക് അന്വേഷണത്തെ കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് എഴുതിയുണ്ടാക്കിയാൽ എഴുതുന്ന CBI SP-ക്ക് അല്ലെങ്കിൽ DYSP-ക്ക് പിന്നീട് ഉദ്യോഗമുണ്ടാവില്ല. CBI-യുടെ ഡയറക്ടർ ആരാവണം, ആരാവണ്ട എന്നുപോലും നിശ്ചയിക്കാൻ അധികാരമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതിനെ തൊടാൻ വയ്യ. തൊടാവുന്നതാരെയാണ്? പിണറായി വിജയനെ. പിണറായി വിജയനെ വഴിവിട്ടായാലും പ്രതിയാക്കിയാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഉദ്ദേശം നിറവേറുകയും ചെയ്യും. ആ വഴി തെരഞ്ഞെടുത്തു CBI. അതിന്റെ ഉൽപ്പന്നമാണ് ഈ CBI റിപ്പോർട്ട്. ക്രിമിനൽ ഗൂഢാലോചനയാണ് ഉണ്ടായത് എന്ന് CBI പറയുന്നു. ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഉദ്ദേശം വേണ്ടേ, സാധിക്കാൻ ഒരു ലക്ഷ്യം വേണ്ടേ? CBI റിപ്പോർട്ട് അതേക്കുറിച്ച് പറയുന്നതേയില്ല. അഴിമതി നടന്നതായി പറയുന്നില്ല. പണം ആരെങ്കിലും അവരുടെ സ്വകാര്യ നിക്ഷേപത്തിലേക്ക് ഒഴുക്കിയെടുത്തതായും പറയുന്നില്ല. അതിന് ശ്രമിച്ചതായും പറയുന്നില്ല. പിന്നെ എന്ത് ഗൂഢാലോചന? CBI വിശദീകരിക്കേണ്ടതാണിത്. CBI-ക്ക് ആകെ കണ്ടെത്താൻ കഴിഞ്ഞത് സാങ്കേതിക നടപടിക്രമങ്ങളിലുള്ള അപാകതകൾ മാത്രമാണ്. അതാകട്ടെ ഏത് അന്താരാഷ്ട്ര കരാർ സൂക്ഷ്മമായി പരിശോധിച്ചാലും ആർക്കും കണ്ടെത്താവുന്ന സ്വാഭാവികതകൾക്ക് അപ്പുറത്തുള്ളതല്ല. കയ്യൊന്ന് നോക്കിയാട്ടെ. ആദ്യം നോട്ട്, പിന്നെ നോട്ട്. പറ്റിക്കില്ലേ? ലക്ഷണം കണ്ടിട്ട് ലക്ഷങ്ങൾ വരും. ലക്ഷങ്ങളോ? എന്റെ കീശയില? ലക്ഷം കീശയിലല്ല, കയ്യില. സിക്കിം സൂപ്പർ വീക്കിലി ലോട്ടറി 1ാം സമ്മാനം 10 ലക്ഷം രൂപ, അവസാന 3 അക്കത്തിന് 5000 രൂപ. പിന്നെയും നിരവധി സമ്മാനങ്ങൾ. സിക്കിം സൂപ്പർ വീക്കിലി ലോട്ടറി പക്ക ലക്കി ലോട്ടറി. ഈ കേസിൽ CBI കണ്ടെത്തിയ നടപടിക്രമങ്ങൾ, സാങ്കേതികത എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നതാണ് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടത്. 11 കുറ്റങ്ങളാണ് CBI ചുമത്തുന്നത്. ഇവ ഓരോന്നായി എടുക്കാം. ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ടിനെ ബോധപൂർവം മറികടന്നു എന്നതാണ് ഒരു കുറ്റാരോപണം. എന്നാൽ എന്താണ് സത്യം? ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 97 ഫെബ്രുവരി 2-ന്. ഈ തീയതി CBI റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കരാർ ഒപ്പുവെച്ചതോ 96 ഫെബ്രുവരി 24-ന്. അതായത് ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 1 വർഷം മുമ്പ് തന്നെ പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ പദ്ധതികൾക്കായുള്ള കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞിരുന്നു. കാലബോധമുള്ള ഒരാൾക്കും കരാർ റിപ്പോർട്ടിനെ മറികടന്നു എന്ന് പറയാനാവില്ല. മറികടന്നു എന്ന് പറഞ്ഞേ തീരുവെങ്കിൽ കമ്മിറ്റി റിപ്പോർട്ട് കരാറിനെ മറികടന്നു എന്ന് വേണമെങ്കിൽ പറയാം. 1 വർഷത്തിനു മുമ്പ് ഒപ്പുവെച്ച കരാർ അന്ന് നിലവിൽ പോലുമില്ലാത്ത ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ടുള്ളതാണ് എന്ന് ആർക്ക് എങ്ങനെ പറയാനാവും? ഇക്കാര്യത്തിൽ CBI-ക്ക് യുക്തിപൂർവമായ ഒരു വിശദീകരണവുമില്ല. ഇനി മറികടന്നു എന്ന് തന്നെ വയ്ക്കുക. മറികടന്നാൽ എന്താ കുഴപ്പം? ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടുകളെ പോലും കൊള്ളാനോ തള്ളാനോ ഉള്ള അധികാരം തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയ്ക്കുണ്ട്. മന്ത്രിസഭയ്ക്ക് മേലെയല്ല ഒരു കമ്മിറ്റിയും. ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടും അതിന് മേലെയല്ല. മാറ്റമില്ലാതെ അത്തരം റിപ്പോർട്ടുകൾ അതേപടി അംഗീകരിക്കാൻ ബാധ്യസ്ഥനല്ല ഒരു ക്യാബിനറ്റും. ക്യാബിനറ്റിന് മേലെ വിലപ്പോകേണ്ടത് കമ്മിറ്റിയാണ് എന്ന് ജനാധിപത്യ സമ്പ്രദായത്തിൽ ആരെങ്കിലും പറയുമെന്ന് കരുതുക വയ്യ. ജനാധിപത്യ സമ്പ്രദായവും അതുപ്രകാരമുള്ള ക്യാബിനറ്റ് രീതികളുമുള്ള ഒരു രാജ്യത്ത് തലയ്ക്ക് വെളിവുള്ള ആരും അങ്ങനെ പറയില്ല. പക്ഷെ CBI പറയും. അത് CBI-യുടെ രാഷ്ട്രീയം. കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെന്റിന് തള്ളാനും കൊള്ളാനും അവകാശമുണ്ട്. അതിപ്പോ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ നൽകുന്ന യഥാർത്ഥത്തിലുള്ള നിലപാട് വിശദീകരിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയ്ക്കകത്ത് പഴയ ഗവൺമെന്റിന്റെ കരാറ് നടപ്പിലാക്കാൻ നിയമപരമായ ബാധ്യത ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥയിൽ നിന്ന് ഊരിപ്പോകാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല. ബാലാനന്ദൻ ഈ കരാർ CPIM-ന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPIM പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്തയച്ചിട്ടുണ്ട് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ബാലാനന്ദന്റെ നിലപാട് എന്തായിരുന്നുവെന്ന് ബാലാനന്ദന്റെ തന്നെ ശബ്ദത്തിൽ കേൾക്കട്ടെ.
കമ്പനിയുമായി ധാരണയും ഒത്തുതീർപ്പും ഉണ്ടാക്കിയത് കോൺഗ്രസ് ഗവൺമെന്റാണ്. ആ ഒത്തുതീർപ്പ് തുടർന്ന് നടപ്പിലാക്കാൻ വ്യവസ്ഥയുണ്ടാക്കുകയാണ് LDF ഗവൺമെന്റ് ചെയ്തത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനുള്ളതേ ആയിരുന്നില്ല ബാലാനന്ദൻ കമ്മിറ്റി എന്നതാണ്. കമ്മിറ്റിയുടെ പരിഗണനാ വിഷയത്തിൽ ഇക്കാര്യമേ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് പഠിക്കാനുള്ളതായിരുന്നു ആ കമ്മിറ്റി. ആ കമ്മിറ്റി സമർപ്പിച്ച 37 നിർദ്ദേശങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു പന്നിയാർ പള്ളിവാസൽ ചെങ്കുളം. ആ പദ്ധതിക്ക് ലാവലിൻ വേണ്ട എന്ന് ബാലാനന്ദൻ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യത്തിൽ ചെന്ന് കൊള്ളേണ്ടത് ലാവലിനുമായി ഒറിജിനൽ കരാർ ഒപ്പുവെച്ച UDF-ലാണ്. ഇക്കാര്യം ആലപ്പുഴയിൽ വെച്ച് ഒരു പത്രസമ്മേളനത്തിൽ അക്കാലത്ത് തന്നെ ബാലാനന്ദൻ വിശദീകരിച്ചതുമാണ്. CBI അത് കാണുന്നില്ല. അതാണ് CBIയുടെ രാഷ്ട്രീയം. സാങ്കേതികമായി വേണമെങ്കിൽ CBIക്ക് ഒരു കാര്യം ബാധിക്കാം, ഉപകരണ കരാർ ഒപ്പുവയ്ക്കുന്നത് ഒഴിവാക്കാമായിരുന്നു എന്നതാണത്. എന്നാൽ ഇവിടെ കാണേണ്ടത് ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് ഉപകരണ കരാറിനായി മന്ത്രിസഭാ തീരുമാനപ്രകാരം കാനഡയിൽ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് മാത്രമാണ് എന്നതാണ്. ഒരാഴ്ച മുമ്പല്ല, 2 വർഷം മുമ്പാണ് എന്ന് വയ്ക്കുക. എങ്കിലും ഉപകരണ കരാർ വേണ്ടെന്ന് വെച്ച് ഒറിജിനൽ കരാർ പൊളിക്കാനാവുമായിരുന്നില്ല. കാരണം കൺസൾട്ടൻസി കരാറും ഉപകരണ കരാർ വ്യവസ്ഥകളും ഒക്കെ ചേർന്ന ഒറ്റ പാക്കേജായിട്ടായിരുന്നു 96 ഫെബ്രുവരി 24-ന് G. കാർത്തികേയൻ ലാവലിനുമായി കരാറുണ്ടാക്കിയിരുന്നത്. അത് ആ ഘട്ടത്തിൽ പൊളിച്ചാൽ കൺസൾട്ടൻസി അടക്കമുള്ള കാര്യങ്ങൾക്കായി അതുവരെ ലാവലിന് കൊടുത്ത കോടികൾ, UDF കൊടുത്ത കോടികൾ പാഴാവും. കരാർ ഏകപക്ഷീയമായി പൊളിച്ചതിന് അന്താരാഷ്ട്ര കോടതിയിൽ കോടിക്കണക്കിന് ഡോളർ ചെലവിട്ട് കേസ് നടത്തേണ്ടതായി വരും. ഒടുവിൽ അനേകം കോടികൾ ലാവലിന് നഷ്ടപരിഹാരമായി നൽകേണ്ടതായും വരും. ഇതായിരുന്നു അന്നത്തെ അവസ്ഥ. ഇത് വെറുതെ ഊഹിച്ചു പറയുന്നതല്ല. ഇത്തരത്തിലുള്ള അനുഭവം കേരളത്തിന് ഉണ്ടായിട്ടുണ്ട്. നേരിയമംഗലം പവർ പ്രൊജക്ടിൽ ABB കമ്പനിയുമായി UDF ഗവൺമെന്റ് കരാർ ഒപ്പുവെച്ചിരുന്നു. പിന്നീട് അത് റദ്ദാക്കി ഗ്ലോബൽ ടെൻഡർ വിളിച്ചു. ABB 4 വർഷം കേസ് നടത്തി. ഒടുവിൽ UDFന്റെ ഭരണഘട്ടത്തിൽ തന്നെ കേസിൽ കേരളം തോറ്റു. നാം വൻ നഷ്ടപരിഹാരം ആ കമ്പനിക്ക് കൊടുത്തു. ഇത് തന്നെ ഈ പദ്ധതിയുടെ കാര്യത്തിലും സംഭവിക്കുമായിരുന്നു